Good afternoon, ma'am. Good afternoon. Good afternoon. എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ. ഭക്ഷണമൊക്കെ കഴിച്ചോ? Good afternoon, miss. ഗുഡ് ആഫ്റ്റർനൂൺ. ഭക്ഷണം കഴിച്ചു. മാം കഴിച്ചോ? ഞാൻ കഴിച്ചു. മാം ഓക്കെ ആയില്ലേ? എന്നെ കണ്ടിട്ട് എങ്ങനെ തോന്നുന്നു? ഓക്കെ ആയിന്ന് തോന്നുന്നുണ്ടോ? മാം ഇപ്പൊ നല്ല സൂപ്പർ അല്ലേ? മാം സൂപ്പർ ആണ്. താങ്ക് യു. ഓക്കെ. എന്താ ഹരിത? ഒന്നുമില്ല മാം, ഇവിടെ പറഞ്ഞ അമ്മ വോയിസ് ചെയ്ത് എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ എന്റെ അമ്മ വോയിസ് എന്ത് പറ്റിയെന്ന്. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ് തുടങ്ങാം അല്ലേ? എന്റെ അമ്മയാ മാം. അമ്മയാണ് ഹരിത. ഹരിതയുടെ അമ്മയാണ് അല്ലേ? യെസ് മാം. നമസ്കാരം അമ്മേ. അമ്മയുടെ പേരെന്താ? സുഭദ്ര. സുഭദ്ര. കണ്ടതിൽ സന്തോഷം. ഓക്കെ മാം. ഓക്കെ. ഇതായിരുന്നല്ലേ ഹരിത? ഹരിതനെ ഇപ്പഴാ കാണുന്നേ. എന്നെ ആരും കണ്ടിട്ടില്ലല്ലോ, ഇപ്പഴല്ലേ കണ്ടത്. ഞാൻ വീഡിയോ ഓണാക്കാറില്ലല്ലോ. ഈ പ്രൊഫൈൽ ഫോട്ടോയില് ഹരിതയല്ലേ ഇരിക്കുന്നേ? സാരി എടുത്തിട്ട്? ആണ് മാം, ആണ്. മോളെ വൈറ്റോളൊക്കെ എടുത്ത ഫോട്ടോയാ? അല്ല, ചരടായിട്ട് എടുത്ത ഫോട്ടോയാ, ഇളയാളുടെ. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. യെസ് മാം. We are ready. Are you ready? Yes, I am ready. Yes, I am ready. നിങ്ങള് ടെക്സ്റ്റ് ബുക്ക് ഒന്ന് നോക്കിയാൽ മതി കേട്ടോ. PDF നോക്കണ്ട. PDF തല തിരിച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? കുറെ കാര്യങ്ങളിൽ താഴെയുള്ള കുറെ കാര്യങ്ങളാണ് മുകളിൽ വന്ന് കിടക്കുന്നത്. അപ്പൊ ടെക്സ്റ്റ് ബുക്ക് നോക്കുക കേട്ടോ. അപ്പൊ വാർഡിനെ കുറിച്ചിട്ടായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്താണ് വാർഡ് എന്ന് പറയുന്നത്? വാർഡ് എന്ന് പറയുന്ന ഒരു റൂമാണല്ലേ. അവിടെ ബെഡ്സ് പേഷ്യൻസിനായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നു. പിന്നെ അവിടെ വരുന്ന പേഷ്യൻസ് എന്ന് പറയുന്നത് എല്ലാവരും തന്നെ സിമിലർ ട്രീറ്റ്മെന്റ് ആവശ്യമായിട്ടുള്ള പേഷ്യൻസ് തന്നെയാണ്. ഇനി പേഷ്യൻസിന്റെ സ്റ്റേ എന്ന് പറയുന്നത് ചിലപ്പോൾ ലോങ് ടൈം ആകാം, അല്ലെങ്കിൽ ഷോർട്ട് ടൈം ആകാം. അത് പേഷ്യന്റിന്റെ കണ്ടീഷൻ പോലെ ഇരിക്കും. കണ്ടീഷനെ ബേസ് ചെയ്തുകൊണ്ടാണ്, അല്ലെങ്കിൽ അവരുടെ സിവിയറിറ്റിയെ ബേസ് ചെയ്തുകൊണ്ടാണ് അവർ കുറെ നാള് താമസിക്കോ കുറച്ച് നാള് താമസിക്കോ എന്ന് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോ വാർഡിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് പർപ്പസ് ഓഫ് എനി ഹോസ്പിറ്റൽ വാർഡ്. ഒരു ഹോസ്പിറ്റൽ വാർഡിന്റെ ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ അതിന്റെ ഉദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത് കേട്ടോ. ഏതൊരു ഹോസ്പിറ്റൽ വാർഡ് ആയാലും അതിന്റെ മെയിൻ ആയിട്ടുള്ള പർപ്പസ് എന്ന് പറയുന്നത് താഴെ കൊടുത്തിരിക്കുന്നവയാണ്. അപ്പൊ നോക്കാം നമുക്കൊന്ന്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്, ആദ്യത്തെ പർപ്പസ് ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ്. ഹോസ്പിറ്റൽ വാർഡിന്റെ ആദ്യത്തെ പർപ്പസ് ആണെന്ത്? ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ് അല്ലെ. അപ്പൊ ഡയഗ്നോസിസ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം എന്താ? രോഗനിർണയം. ഓക്കെ, രോഗനിർണയമാണ് ഡയഗ്നോസിസ്. ഇനി ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ചികിത്സയാണ് കേട്ടോ, ചികിത്സ. അപ്പോ ഒരു വാർഡില് പേഷ്യൻസിനെ കിടത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഒന്നെന്ന് പറയുന്നത് അവരുടെ രോഗം കണ്ടുപിടിക്കുന്നതിനും, മറ്റൊന്ന് അവരുടെ
രോഗത്തിന്റെ ചികിത്സയ്ക്കും വേണ്ടിയിട്ടാണ്. അപ്പോ വാർഡിന്റെ പർപ്പസിൽ ആദ്യം വരുന്നത് എന്താ? ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ്. മനസ്സിലായോ? ക്ലിയർ ആണോ? ഓക്കെ. ഇനി നമുക്ക് രണ്ടാമത്തത് നോക്കാം. പ്രൊമോട്ടിംഗ് ഹെൽത്ത്. അതായത് ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു പേഷ്യന്റിന്റെ ആരോഗ്യം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്. ഇപ്പൊ തീരെ അവശരായിട്ട് വരുന്ന രോഗികളാണെങ്കിൽ എന്താണ്, സ്റ്റേബിൾ ആയതിനു ശേഷം മാത്രമാണ് എന്ത് ചെയ്യുക, വാർഡിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുക, അല്ലെ? അപ്പൊ അത്രയും സമയം അല്ലെങ്കിൽ അത്രയും കാലം അദ്ദേഹത്തിന്റെ ആരോഗ്യത്തെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, വാർഡ് സഹായിക്കും. ഓക്കെ. അപ്പോ പ്രൊമോട്ടിംഗ് ഹെൽത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ആരോഗ്യത്തെ അല്ലെങ്കിൽ ഹെൽത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നു. ഓക്കെ. അപ്പോ വീക്കായിട്ട് വരുന്ന പേഷ്യൻസ് നമുക്കറിയാം സ്റ്റേബിൾ ആയി അല്ലെങ്കിൽ അവരൊന്ന് കംഫർട്ട് ആയതിനു ശേഷമാണ് എന്ത് ചെയ്യുക, അവർ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുപോകുക, അല്ലെ? അപ്പൊ അത്രയും കാലം അവരുടെ ഹെൽത്ത് നോക്കുന്നത് വാർഡിൽ വെച്ചിട്ടാണ്, അല്ലെ? ഹോസ്പിറ്റൽ വാർഡിൽ അല്ലെങ്കിൽ റൂമിലൊക്കെ വെച്ചിട്ടാണ് എന്ത് ചെയ്യുക, അവരെ ട്രീറ്റ് ചെയ്യുക. ഓക്കെ. ദെൻ മൂന്നാമത്തത് എന്ന് പറഞ്ഞാല് ടീച്ചിങ് പർപ്പസ് ആണ്. എങ്ങനെയാണ് ടീച്ചിങ് പർപ്പസ് എന്ന് പറയാ? ടീച്ചിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? പഠനം. നമുക്കറിയാം, അതായത് പഠിക്കുന്ന ധാരാളം വിദ്യാർത്ഥികൾ എവിടെയുണ്ട്? ഹോസ്പിറ്റലിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും, അല്ലെ? MBBS പഠിക്കുന്ന, നഴ്സിംഗ് പഠിക്കുന്ന, അങ്ങനെ ധാരാളം ആളുകളെ എവിടെ കാണാം? നമുക്ക് ഹോസ്പിറ്റലിൽ നമുക്ക് കാണാം. അവരെ പ്രത്യേകിച്ച് നമുക്ക് വാർഡിൽ കാണാനായിട്ട് പറ്റും, അല്ലെ? അതായത് റൗണ്ട്സിനൊക്കെ ഡോക്ടേഴ്സ് വരുമ്പോൾ കൂടെ പഠിക്കുന്ന ഈ കുട്ടികളും ഉണ്ടാവും, അല്ലെ? സ്റ്റുഡൻസും ഉണ്ടാവും, MBBS സ്റ്റുഡൻസ് ഉണ്ടാവും, നഴ്സിംഗ് സ്റ്റുഡൻസ് ഉണ്ടാകും. അപ്പോ വാർഡില് ഇപ്പൊ ഡോക്ടർ പറയുന്ന ഓരോ കാര്യങ്ങളും റൗണ്ട്സിന് വരുമ്പോൾ ഈ ഡോക്ടർ പറയുന്ന ഓരോ കാര്യങ്ങളും ആര് ശ്രദ്ധിക്കുന്നുണ്ടാകും? ഈ പഠിക്കുന്ന MBBS സ്റ്റുഡൻസ് ആയാലും നഴ്സിംഗ് സ്റ്റുഡൻസ് ആയാലും ശ്രദ്ധിക്കുന്നുണ്ടാകും. അപ്പോ അവരുടെ പഠനത്തിന് വേണ്ടിയിട്ട് എന്ത് സഹായിക്കുന്നുണ്ട്? വാർഡ് സഹായിക്കുന്നുണ്ട്. അപ്പൊ ഒരു രോഗിയെ എങ്ങനെയാണ് ഡോക്ടർ കൺസൾട്ട് ചെയ്യുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് നോട്ട് ചെയ്യുന്നത്, ഈ ഉള്ള എല്ലാ കാര്യങ്ങളും ആരുടെ പഠനത്തിന്റെ ഭാഗമാണ്? ഈ സ്റ്റുഡൻസിന്റെ പഠനത്തിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഓക്കെ. അപ്പൊ ടീച്ചിങ്ങിന് വേണ്ടിയിട്ട് വാർഡ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതൊരു പർപ്പസ് ആണ്. ദെൻ നെക്സ്റ്റ് വൺ റിസർച്ചിന് വേണ്ടിയിട്ട്, അതായത് പലതരത്തിലുള്ള ഗവേഷണങ്ങൾക്ക് വേണ്ടിയിട്ടും എന്ത് ചെയ്യുന്നുണ്ട്? വാർഡിനെ എടുക്കാറുണ്ട്. അതായത് വാർഡിലുള്ള പേഷ്യൻസ് എത്ര തരമാണ്, ഏതൊക്കെ രോഗങ്ങളായിട്ടാണ് പേഷ്യൻസ് വന്നിരിക്കുന്നത്, ആർക്കൊക്കെയാണ് ക്രിട്ടിക്കൽ ആയിട്ടുള്ള രോഗം ബാധിച്ചിട്ടുള്ളത്, അപ്പോ അതിന്റെ ചികിത്സ എങ്ങനെയാണ്, അതിന്റെ ട്രീറ്റ്മെന്റ് എങ്ങനെയാണ്, അങ്ങനെ പലതരത്തിലുള്ള ഗവേഷണങ്ങൾക്കും വേണ്ടിയിട്ട് എന്ത് ചെയ്യാറുണ്ട്? വാർഡിനെ എടുക്കാറുണ്ട്. അപ്പൊ അതൊരു പർപ്പസ് ആണ്. The next one, render professional nursing and medical care to patients. ഇവിടെ render എന്ന് പറയുന്നതിന്റെ മീനിങ് പ്രൊവൈഡ് എന്നാണ് കേട്ടോ. പ്രൊവൈഡ്. റെൻഡർ എന്ന് പറയുന്നത് പ്രൊവൈഡ് എന്നാണ്, ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. പ്രൊവൈഡ് അതായത് പേഷ്യൻസിന് പ്രൊഫഷണൽ നഴ്സിംഗ് മെഡിക്കൽ പരിചരണം അല്ലെങ്കിൽ കെയർ നൽകുന്നതിന് വേണ്ടിയിട്ട്, അല്ലെ? ഇപ്പൊ പേഷ്യൻസ് വരുമ്പോൾ പ്രൊഫഷണൽ ആയിട്ടുള്ള നഴ്സിംഗ് സ്റ്റാഫുകൾ ഉണ്ട്, മെഡിക്കൽ സ്റ്റാഫുകൾ ഉണ്ട്. അവരൊക്കെ എന്താണ് പേഷ്യൻസിന് കൊടുക്കുന്നത്? നല്ല രീതിയിലുള്ള ഒരു കെയർ ആണ് കൊടുക്കുന്നത്, അല്ലെ? അപ്പൊ അത്തരത്തിലുള്ള ഒരു കെയർ പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വാർഡാണ് ഹെൽപ്പ് ചെയ്യുന്നത്. വാർഡിൽ വെച്ചിട്ടാണ് നഴ്സിംഗ് കെയറും മെഡിക്കൽ കെയർ ഒക്കെ ആർക്ക് കിട്ടുന്നത്? പേഷ്യൻസിന് ലഭിക്കും. ഓക്കെ. ദെൻ ലാസ്റ്റ് വൺ, provide necessary equipments, essential drugs and all other stores requirements for patient care in an organized manner. അതുപോലെ തന്നെ ആവശ്യമായ ഉപകരണങ്ങള്, മരുന്നുകള് എന്നിവ പേഷ്യൻസിന് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്, അവരുടെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് മരുന്നുകളും ഉപകരണങ്ങളും നല്ല രീതിയിൽ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അത് വാർഡിന്റെ ഒരു പർപ്പസ് ആണ്. നമുക്കറിയാം വാർഡിൽ ഒരു പേഷ്യന്റ് കിടന്നാലാണ് ഏത് പേഷ്യന്റ് ആണ് കിടക്കുന്നത് അവരുടെ ട്രീറ്റ്മെന്റിനോടനുബന്ധിച്ചിട്ടുള്ള എക്യുപ്മെന്റുകൾ ആയിക്കോട്ടെ അല്ലെങ്കിൽ മെഡിസിൻസ് ആയിക്കോട്ടെ അവർക്ക് പ്രൊവൈഡ് ചെയ്യുള്ളൂ, അല്ലെ? അത് വാർഡിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ കെയർ കൊടുക്കുന്നത്. എല്ലാ തരത്തിലുള്ള ഉപകരണങ്ങളുടെ സഹായത്തോടു കൂടി, എല്ലാത്തരം മരുന്നുകളുടെ സഹായങ്ങളോട് കൂടിയിട്ടാണ് ഒരു പേഷ്യന്റ് എന്ത് കൊടുക്കുന്നത്? വാർഡിൽ വെച്ചിട്ട് കെയർ കൊടുക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഹോസ്പിറ്റൽ വാർഡിന്റെ പർപ്പസ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ?
ഓക്കെ അല്ലേ? ഇനി അടുത്തത് പറയാനായിട്ട് പോകുന്നത് കോൺസ്റ്റിറ്റ്യുവൻസ് ഓഫ് വാർഡ് സ്പേസ് ആണ് കേട്ടോ. അതായത് വാർഡ് സ്പേസിൽ എന്തൊക്കെ ഘടകങ്ങളാണ് വരുന്നത്, ഒരു വാർഡിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഏതൊക്കെ സ്ഥലങ്ങളാണ് പ്രധാനമായിട്ട് ഉണ്ടാവുക. ഓക്കെ, അപ്പൊ ആദ്യത്തേതെന്ന് പറഞ്ഞാല് പേഷ്യന്റ് സ്പേസ് ആണ്. അതായത് ഒരു വാർഡിൽ നമ്മൾ ചെന്ന് കഴിയുമ്പോൾ പേഷ്യൻസിനായിട്ട് പ്ലേസസ് എന്ത് ചെയ്തിട്ടുണ്ട്, അലോ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അല്ലെ. അവിടെ നമുക്ക് പേഷ്യൻസിന്റെ ബെഡ്സ് കാണാനായിട്ട് പറ്റും. അപ്പൊ പേഷ്യൻസിന് വേണ്ടിയിട്ട് ഒരു സ്പേസ് ഉണ്ട് നമ്മൾ വാർഡിൽ ചെയ്യുന്ന കഴിയുമ്പോൾ. അപ്പൊ അതിനെയാണ് പേഷ്യന്റ് സ്പേസ് എന്ന് പറയുന്നത് കേട്ടോ. പേഷ്യൻസ് അവിടെ എന്താണ് ബെഡിൽ കിടക്കുന്ന സ്ഥലം, അല്ലെങ്കിൽ അവരുടെ ബെഡുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്ന സ്ഥലമാണത് പേഷ്യന്റ് സ്പേസ്, രോഗികൾക്കുള്ള സ്ഥലം. ഓക്കെ, രണ്ടാമത് നഴ്സിംഗ് ഏരിയ ആണ്. നഴ്സിംഗ് ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നഴ്സിംഗ് സ്പേസ് എന്ന് പറഞ്ഞാല് നഴ്സുമാർക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു മുറി ഉണ്ടാവും ഇല്ലേ. വാർഡിൽ ചെന്ന് കഴിയുമ്പോൾ നഴ്സിംഗ് സ്റ്റേഷൻ കാണാറില്ലേ നമ്മള്? നഴ്സുമാര് തൊട്ടടുത്തുള്ള ഒരു സ്പേസിൽ, ഒരു ഏരിയയിൽ അവരുടെ ഒരു റൂം ഉണ്ടാകും. അവിടെയാണ് നഴ്സുമാരുണ്ടാവുക അല്ലെ. അതായത് പേഷ്യൻസിന്റെ ആ വാർഡിനോടനുബന്ധിച്ച് അവരുടെ ആ ഒരു ബെഡുകളൊക്കെ അറേഞ്ച് ചെയ്യുന്നതിനോടനുബന്ധിച്ച് തന്നെ തൊട്ടടുത്തുള്ള ഒരു സ്ഥലത്ത് നഴ്സിംഗ് സ്പേസ് ഉണ്ടാകും. അവിടെയാണ് ഡ്യൂട്ടിയിലുള്ള നഴ്സുമാര് വന്നിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് കോറിഡോർസ് അല്ലെ. കോറിഡോറുകൾ കാണാറില്ലേ നമ്മള് വാർഡിൽ ചെല്ലുമ്പോ? കോറിഡോർസ് കാണാറുണ്ട് അല്ലെ. അപ്പോ ഇത്രയും കാര്യങ്ങളാണ് വാർഡ് സ്പേസ്, കോൺസ്റ്റിറ്റ്യുവൻസ് ഓഫ് വാർഡ് സ്പേസിന്റെ ഭാഗമായിട്ട് വരുന്നത്. പ്രധാനമായിട്ടും പേഷ്യന്റ് സ്പേസ്, നഴ്സിംഗ് സ്പേസ് ആൻഡ് കോറിഡോർസ്. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ടൈപ്സ് ഓഫ് വാർഡ്സ് ആണ് കേട്ടോ. ടൈപ്സ് ഓഫ് വാർഡ്സ്, വാർഡുകളെ നമുക്ക് പലതരത്തിൽ തിരിക്കാം. ഇതില് പ്രധാനമായിട്ടും വരുന്നത് രണ്ട് രീതിയില്, 2 ടൈപ്സ് ആണ്. അതായത് 2 തരത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, വാർഡുകളെ തിരിച്ചിട്ടുണ്ട്. അതിനകത്ത് ആദ്യത്തെ വാർഡാണെന്ത്, ജനറൽ വാർഡ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ വാർഡാണ് സ്പെഷ്യലൈസ്ഡ് വാർഡ്. ഓക്കെ, അപ്പൊ എന്താണ് ജനറൽ വാർഡ്? എല്ലാവരും ജനറൽ വാർഡിൽ കിടന്നിട്ടുണ്ടാവുമല്ലോ ഇല്ലേ? കിടക്കാത്തവരാരെങ്കിലും ഉണ്ടോ? കിടന്നിട്ടുണ്ടോ ജനറൽ വാർഡില്? എല്ലാവരും തന്നെ കിടന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ ആദ്യത്തെ വാർഡാണ് എന്ത്, ജനറൽ വാർഡ്. അപ്പൊ ജനറൽ വാർഡ് എന്താണെന്ന് നമുക്ക് നോക്കാം. ജനറൽ വാർഡ് എന്ന് പറയുന്നത് ആശുപത്രിയിലെ ഒരു പൊതുവായിട്ടുള്ള അല്ലെങ്കിൽ ജനറൽ ആയിട്ടുള്ള ഒരു വാർഡാണ്. ഇവിടെ ഒരേ സമയം നിരവധി രോഗികളെ പ്രവേശിപ്പിച്ച് സാധാരണ ചികിത്സയും നഴ്സിംഗ് പരിചരണവും നൽകുന്നു. ഇത് പ്രത്യേക ചികിത്സ ആവശ്യമില്ലാത്ത രോഗികൾക്കാണ് ജനറൽ വാർഡ് കൊടുക്കുന്നത്. ഒന്നും കൂടി ഞാൻ പറയാം. ജനറൽ വാർഡ് എന്ന് പറയുന്നത് ആശുപത്രിയിലെ ഒരു പൊതുവായിട്ടുള്ള വാർഡാണ്. ഇവിടെ ഒരേ സമയം മീൻസ് അറ്റ് എ ടൈം നിരവധി രോഗികൾക്ക് അവരെ പ്രവേശിപ്പിച്ച് സാധാരണയായിട്ടുള്ള ചികിത്സയും നഴ്സിംഗ് പരിചരണവും നൽകുന്നു. ഇത് പ്രത്യേകമായിട്ടുള്ള ചികിത്സ ആവശ്യമില്ലാത്ത രോഗികളെയാണ് അവിടെ പ്രവേശിപ്പിക്കുന്നത്, ജനറൽ വാർഡിൽ പ്രവേശിപ്പിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, പനിയായിട്ടൊരു പേഷ്യന്റ് വന്നു എന്ന് വിചാരിക്കുക. അവരെവിടെയാണ് പ്രവേശിപ്പിക്കുക? ജനറൽ വാർഡിലല്ലേ? ആണോ? അതെ അല്ലെ. അപ്പൊ സാധാരണ, അതായത് നമ്മൾ പൊതുവായ ചില രോഗങ്ങൾക്ക് നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കുമ്പോൾ, നമ്മൾ ഇൻപേഷ്യന്റ് ആകുമ്പോൾ നമ്മളെ പ്രവേശിപ്പിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ജനറൽ വാർഡാണ്. ക്ലിയർ ആയോ? ജനറൽ വാർഡ്. ജനറൽ വാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്, അവിടെ പ്രത്യേക ചികിത്സയൊന്നും എന്ത് വരുന്നില്ല, ആവശ്യം വരുന്നില്ല. ജനറൽ ആയിട്ട് സാധാരണ രോഗങ്ങൾക്കുള്ള ചികിത്സയാണ് ജനറൽ വാർഡില് പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എന്താണ് സ്പെഷ്യലൈസ്ഡ് വാർഡ് എന്ന് നോക്കാം. സ്പെഷ്യലൈസ്ഡ് വാർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രത്യേകമായിട്ടുള്ള വാർഡുകളാണ് അല്ലെ. അപ്പൊ പേരിൽ തന്നെ ഉണ്ട്, സ്പെഷ്യലൈസ്ഡ് ആണ്. അതായത് പ്രത്യേകം, അതായത് സ്പെസിഫൈ ചെയ്ത് പറയുന്നതാണ് അല്ലെ. സ്പെഷ്യലൈസ്ഡ് വാർഡ് എന്ന് പറയുന്നത് പ്രത്യേക രോഗങ്ങളോ അല്ലെങ്കിൽ പ്രത്യേക ചികിത്സയോ ആവശ്യമായി രോഗികൾക്കായി ഒരുക്കിയ ആശുപത്രി വാർഡുകളാണ്.
അപ്പോൾ ചില പേഷ്യൻസിന് പ്രത്യേകമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാകാം, അല്ലെങ്കിൽ അവർക്ക് പ്രത്യേകമായിട്ടുള്ള ചികിത്സകൾ ആവശ്യമായി വന്നേക്കാം. അത്തരത്തിലുള്ള രോഗികൾക്കായിട്ട് ഒരുക്കിയിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള വാർഡാണ് എന്ത് പറയുന്നത്, സ്പെഷ്യലൈസ്ഡ് വാർഡ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? എക്സാമ്പിൾ എന്താ പറയാ? ഫോർ എക്സാമ്പിൾ ഗൈനക്കോളജി അല്ലെങ്കിൽ മെറ്റേണിറ്റി വാർഡ് അല്ലെ. അതായത് പ്രസവശേഷം ഒരു അമ്മയെയും കുഞ്ഞിനെയും കിടത്തുന്നത് മെറ്റേണിറ്റി വാർഡിലാണ്. ജനറൽ വാർഡിൽ കൊണ്ടുപോയി അവരെ കിടത്തുവോ? അറിയാലോ, ഒരിക്കലും കിടത്തില്ല അല്ലെ. അതായത് പ്രത്യേകം, അതായത് ഡെലിവറി കഴിഞ്ഞിട്ടുള്ള സ്ത്രീകൾക്കായിട്ട് പ്രത്യേകമായിട്ട് ഒരുക്കിയിട്ടുള്ള വാർഡുകളുണ്ട്. അവിടെയായിരിക്കും ആരെ കിടത്തുക? അമ്മയെയും കുഞ്ഞിനെയും കിടത്തുക അല്ലെ. അത് സ്പെഷ്യലൈസ്ഡ് വാർഡിന് ഉദാഹരണമായിട്ട് വരുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് സ്പെഷ്യലൈസ്ഡ് വാർഡിന്റെ എക്സാമ്പിൾ നമുക്ക് നോക്കാം കേട്ടോ. ആദ്യത്തേതാണ് സ്പെഷ്യലൈസ്ഡ് വാർഡിന്റെ എക്സാമ്പിൾ. ആദ്യം വരുന്നതാണ് ഗൈനക്കോളജി മെറ്റേണിറ്റി വാർഡ്. ഓക്കെ, ഗൈനക്കോളജി എന്താണ്? ഗൈനക്കോളജി ഗൈനക്കോളജി എന്താണ്? പ്രസവ സംബന്ധമായ അല്ലെ, പ്രഗ്നൻസി അല്ലെ, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർഡാണ് എന്ത്? ഗൈനക്കോളജി എന്ന് പറയുന്നത് അല്ലെ. പിന്നെ മെറ്റേണിറ്റി വാർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞു, പ്രസവത്തിന് ശേഷം അല്ലെ, ഡെലിവറിക്ക് ശേഷം അമ്മയെയും കുഞ്ഞിനെയും കിടത്തുന്ന വാർഡാണ് എന്ത്? മെറ്റേണിറ്റി വാർഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇതൊരു ഗൈനക്കോളജി ആയാലും അതുപോലെ തന്നെ മെറ്റേണിറ്റി വാർഡ് ആയാലും അതെന്താണ്? സ്പെഷ്യലൈസ്ഡ് വാർഡിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ്. പിന്നെ രണ്ടാമതാണ് ഓങ്കോളജി. ഓങ്കോളജി എന്താ? ഓങ്കോളജി ക്യാൻസർ പേഷ്യൻസ് ആണ് അല്ലെ. സ്റ്റഡി ഓഫ് ക്യാൻസർ ആണ് എന്ത്? ഓങ്കോളജി എന്ന് പറയുന്നത് അല്ലെ. അപ്പോ ക്യാൻസർ പേഷ്യൻസിനെ പ്രത്യേകമായി കിടത്തുന്ന വാർഡാണ് എന്ത്? ഓങ്കോളജി വാർഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ രണ്ട് കാര്യങ്ങൾ അതിന്റെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. മെഡിസിൻ എന്നും കൊടുത്തിട്ടുണ്ട്, സർജറി എന്നും കൊടുത്തിട്ടുണ്ട് അല്ലെ. അപ്പൊ എന്താ അത് ഉദ്ദേശിക്കുന്നത്? മെഡിസിൻ ആൻഡ് സർജറി എന്ന് പറഞ്ഞാല് ഓങ്കോളജി എന്താ ഉദ്ദേശിക്കുന്നത്? മെഡിസിൻ എന്ന് പറഞ്ഞാൽ അതായത് ക്യാൻസർ ചികിത്സയ്ക്കായിട്ട് നമ്മൾ മരുന്നുകൾ മുഖേനയുള്ള ട്രീറ്റ്മെന്റുകൾ നടത്താറുണ്ട്. മരുന്നുകൾ ഉപയോഗിച്ചുകൊണ്ട് അല്ലെ. പലതരത്തിലാണ് ക്യാൻസർ ട്രീറ്റ്മെന്റ് നടത്തുക അല്ലെ. ആദ്യഘട്ടത്തിലൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ഡയഗ്നോസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മരുന്നുകളിലൂടെ ആ രോഗത്തെ പ്രിവെന്റ് ചെയ്ത് നിർത്താനായിട്ട് സാധിക്കും. കീമോതെറാപ്പി പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം? രോഗിയെ നമുക്ക് സ്റ്റേബിൾ ആക്കാനായിട്ട് സാധിക്കും അല്ലെ. അപ്പോ മെഡിസിൻ ഓങ്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രാരംഭഘട്ടത്തിൽ, അതായത് ക്യാൻസറിന്റെ ആദ്യഘട്ടത്തിൽ മരുന്നുകളിലൂടെ ക്യാൻസർ ചികിത്സ നൽകുന്നതാണെന്ത്? മെഡിസിൻ ഓങ്കോളജി. ഓക്കെ, മരുന്നുകളാണ് എന്ത് ചെയ്യുന്നേ? പേഷ്യൻസിന് കൊടുക്കുന്നത്. മനസ്സിലായോ? മനസ്സിലായല്ലേ? ഓക്കെ. അടുത്തത് സർജറിയാണ്. സർജറി ഓങ്കോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് പ്രാരംഭഘട്ടത്തിലല്ലാതെ ഒരു ഫൈനൽ സ്റ്റേജൊക്കെ ആകുമ്പോഴാണ് നമ്മൾ ക്യാൻസർ കണ്ടുപിടിക്കുന്നതെങ്കിൽ മരുന്നുകളിലൂടെ ചിലപ്പോൾ ആ രോഗത്തിന് നമുക്ക് പ്രിവെന്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല അല്ലെ. അപ്പൊ എന്ത് ചെയ്യേണ്ട വരും? ആ ഭാഗം സർജറി ചെയ്ത് നീക്കേണ്ടതായിട്ട് വരും അല്ലെ. ഇപ്പൊ ട്യൂമറൊക്കെ ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യുന്നു? സർജറി ചെയ്ത് ആ പാർട്ട് നീക്കം ചെയ്യുന്നു. ആ പാർട്ട് നീക്കം ചെയ്തില്ലെങ്കിൽ എന്ത് പറ്റും? നമ്മുടെ ശരീരത്തിൽ മൊത്തമായിട്ട് നമ്മുടെ ബോഡിയിലെ ക്യാൻസർ സ്പ്രെഡ് ചെയ്യാനുള്ള അവസ്ഥ വരും അല്ലെ. അപ്പൊ രണ്ട് രീതിയിലാണ് മെഡിസിൻ ഓങ്കോളജി എന്ന് പറഞ്ഞാൽ മരുന്നുകളിലൂടെ ക്യാൻസർ ചികിത്സ നൽകുന്നതാണ് എന്ത്? മെഡിസിൻ ഓങ്കോളജി. സർജറി ഓങ്കോളജി എന്ന് പറഞ്ഞാല് സർജറി അഥവാ ശസ്ത്രക്രിയയിലൂടെ ക്യാൻസർ ബാധിച്ച ഭാഗം റിമൂവ് ചെയ്യുകയും മറ്റു ഭാഗങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്യാതെ നോക്കുകയും ചെയ്യുന്നു. ദാറ്റ് ഈസ് സർജറി ഓങ്കോളജി. ഓക്കെ, മനസ്സിലായോ? അപ്പോ നമുക്കറിയാം ഇത്തരത്തിൽ ഇപ്പോ ഓങ്കോളജി വാർഡിൽ തന്നെ മരുന്നുകളിലൂടെ ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന പേഷ്യൻസിനെ സെപ്പറേറ്റ് ആയിട്ടും സർജറി ചെയ്ത പേഷ്യൻസിനെ സെപ്പറേറ്റ് ആയിട്ടും കിടത്താറുണ്ട് അല്ലെ. അപ്പൊ ആ രീതിയിൽ തരംതിരിച്ചിരിക്കുന്നതാണ് കേട്ടോ. ഇങ്ങനെ ക്ലിയർ അല്ലേ? ഓക്കെയാണ്. നെക്സ്റ്റ് വൺ നെഫ്രോളജി ആണ് കേട്ടോ. നെഫ്രോളജി
അതിനകത്ത് ഡയാലിസിസ് വരുന്നുണ്ട്, കാർഡിയോളജി ആൻഡ് CTVS എന്നും പറഞ്ഞ് ഒരു കാര്യം കൊടുത്തിട്ടുണ്ട്. എന്താണ് നെഫ്രോളജി? നെഫ്രോളജി എന്താ? കിഡ്നി സംബന്ധമായിട്ടുള്ളത് അല്ലെ? വൃക്കകളുടെ രോഗങ്ങള്, കിഡ്നി സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ പഠിക്കുകയും ചികിത്സിക്കുകയും ചെയ്യുന്ന വിഭാഗമാണെന്ത്? നെഫ്രോളജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ നമ്മുടെ കിഡ്നി സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ പഠിക്കുകയും ചികിത്സിക്കുകയും ചെയ്യുന്ന വിഭാഗത്തിനെയാണ് നെഫ്രോളജി എന്ന് പറയുന്നത്. അപ്പോ കിഡ്നി സംബന്ധമായിട്ട് ആർക്കെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അവരെ എവിടെയാണ് കിടത്തുക? നെഫ്രോളജി വാർഡിലാണ് കിടത്തുക അല്ലെ? ആണോ? നെഫ്രോളജി വാർഡിലല്ലേ കിടത്തുന്നേ കിഡ്നി സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടെങ്കിൽ? അതുപോലെ തന്നെ മറ്റൊന്നാണെന്ത്? ഡയാലിസിസ്. നെഫ്രോളജിയുമായി ബന്ധപ്പെട്ടതാണ് അല്ലെ ഡയാലിസിസ് എന്ന് പറയുന്നത്. എന്താണ് ഡയാലിസിസ്? വൃക്കകള് പ്രവർത്തിക്കാതിരുന്നാൽ രക്തം ശുദ്ധീകരിക്കാൻ ചെയ്യുന്ന ഒരു ചികിത്സാ പ്രക്രിയയാണെന്ത്? ഡയാലിസിസ് എന്ന് പറയുന്നത്. അപ്പോ ഒരു പേഷ്യന്റിന്റെ കിഡ്നീസ് ശരിയായിട്ട് പ്രവർത്തിച്ചില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ രക്തം, നമ്മുടെ വൃക്കകളുടെ പ്രധാനപ്പെട്ട ധർമ്മം എന്താ? അരിപ്പാണ് അല്ലെ? അരിപ്പാന്നാണല്ലോ പറഞ്ഞത്, ഫിൽട്ടർ അല്ലേ? അതായത് രക്തം ശുദ്ധീകരിക്കുന്നത് ആരാണ്? കിഡ്നി അല്ലേ നമ്മുടെ ശരീരത്തില് അല്ലെ? അപ്പോ ഇത് പ്രവർത്തിക്കാതിരുന്നാൽ എന്ത് പറ്റും? രക്തം ശരിയായിട്ട് ശുദ്ധീകരിക്കാനായിട്ട് പ്രയാസം അനുഭവപ്പെടും അല്ലെ? അപ്പോ ഈ ഡയാലിസിസിലൂടെയാണ് ഇത്തരത്തില് കിഡ്നി ഫെയിലിയർ ആയിട്ടുള്ള പേഷ്യൻസിന് രക്തം ശുദ്ധീകരിക്കുന്നത്. ആ ഒരു പ്രക്രിയയെ വിളിക്കുന്നതാണ് എന്ത്? ഡയാലിസിസ് എന്ന് പറയുന്നത്. അപ്പൊ ഡയാലിസിസ് ചെയ്യപ്പെട്ടിട്ടുള്ള പേഷ്യൻസും എവിടെയാണ് അവരെ കിടത്തുന്നത്? അവരെ നെഫ്രോളജി വാർഡിലാണ് അവരെ കിടത്തുന്നത് കേട്ടോ. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാല് കാർഡിയോളജിയാണ്. എന്താണ് കാർഡിയോളജി? കാർഡിയോളജി എന്താ? ഹാർട്ടുമായി ബന്ധപ്പെട്ടതാണ് അല്ലെ? നമ്മുടെ ഹൃദയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരിശോധനയും ചികിത്സയുമാണ് ഇവിടെ നൽകപ്പെടുന്നത്, കാർഡിയോളജി വിഭാഗത്തില് കൊടുക്കുന്നത് അല്ലെ, നൽകുന്നത്. ഓക്കെ, അപ്പോ ഹൃദയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചികിത്സ അതുപോലെ തന്നെ അതിന്റെ പരിശോധനകളാണ് കാർഡിയോളജി വിഭാഗം കൈകാര്യം ചെയ്യുന്നത്. ഇനി ഒരെണ്ണം കൂടി കൊടുത്തിട്ടുണ്ട് അതിനകത്ത്, CTVS. CTVS എന്താ? കേട്ടിട്ടുണ്ടോ? കാർഡിയോ തൊറാസിസ് ആൻഡ് വസ്കുലാർ സർജറി കേട്ടോ. കാർഡിയോ തൊറാസിസ് ആൻഡ് വസ്കുലാർ സർജറി, അതായത് നമ്മുടെ ഹാർട്ട്, അതുപോലെ തന്നെ നമ്മുടെ ചെസ്റ്റ്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ രക്തക്കുഴലുകൾ, ഹൃദയം, നമ്മുടെ നെഞ്ച്, രക്തക്കുഴൽ എന്നിവയിൽ നടത്തുന്ന ശസ്ത്രക്രിയകൾ കൈകാര്യം ചെയ്യുന്ന വിഭാഗമാണെന്ത്? CTVS എന്ന് പറയുന്നത്. എഴുതിയെടുത്തോളൂ കേട്ടോ. ഹൃദയം, നെഞ്ച്, രക്തക്കുഴൽ, ഓക്കെ, എന്നിവയിൽ നടത്തുന്ന ശസ്ത്രക്രിയകൾ, സർജറീസ് കേട്ടോ, ശസ്ത്രക്രിയകൾ കൈകാര്യം ചെയ്യുന്ന വിഭാഗമാണ് CTVS അഥവാ കാർഡിയോ തൊറാസിസ് ആൻഡ് വസ്കുലാർ സർജറി. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഇതെടുത്തോ? ഇനി അടുത്തത് നമുക്ക് നോക്കാം, മെയിൻ കമ്പോണൻസ് ഓഫ് വാർഡ് കേട്ടോ. വാർഡിന്റെ പ്രധാനപ്പെട്ട കമ്പോണന്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് ഓരോരോ ഏരിയകൾ വരുന്നുണ്ട്, ആ ഏരിയകളെ തിരിച്ചിട്ടുണ്ട്, ആ ഏരിയകളിലുള്ളിൽ ചില കാര്യങ്ങൾ വരുന്നുണ്ട്, അതാണ് പറയുന്നത് കേട്ടോ. അപ്പൊ വാർഡിലെ ഫസ്റ്റ് കമ്പോണന്റ് എന്ന് പറയുന്നത് ക്ലിനിക്കൽ ഏരിയയാണ്. ഇനിയുണ്ടോ പോയിന്റ്സ്? ഒഫ്താൽമോളജി ഉണ്ടല്ലേ? ഓ സോറി മറന്നു കേട്ടോ. ഒഫ്താൽമോളജി ഉണ്ട്, ന്യൂറോളജി ഉണ്ടല്ലേ? ഓക്കെ, ഞാൻ മറന്നു കേട്ടോ, അതാണ് സോറി. അപ്പൊ ന്യൂറോളജി നോക്കാം നമുക്ക്. ഇതിനകത്ത് ഇല്ലാത്തത് കൊണ്ടേ കൺഫ്യൂഷൻ വന്നു. ന്യൂറോളജി ന്യൂറോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? ന്യൂറോ സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ നെർവ് അല്ലെ, ഞരമ്പ് സംബന്ധമായിട്ടുള്ള ചികിത്സാ വിഭാഗമാണെന്ത്?
ന്യൂറോളജി എന്ന് പറയുന്നത്. ഈ ന്യൂറോളജിയിൽ തന്നെ എന്തുണ്ട്? മെഡിസിൻ ഉണ്ട്, സർജറി ഉണ്ട്. ഓക്കെ, മെഡിസിൻ ഉണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, ഓങ്കോളജിയിൽ മെഡിസിൻ സർജറി പറഞ്ഞില്ലേ, അതുപോലെ തന്നെ എവിടെയും ഉണ്ട്, ന്യൂറോളജിയിലും മെഡിസിൻ സർജറി ഉണ്ട്. അതായത് നമ്മൾക്കറിയാം ന്യൂറോളജിസ്റ്റും ന്യൂറോ സർജനും രണ്ടും ഡിഫറെന്റ് ആണ് അല്ലെ? കണ്ടിട്ടുണ്ടോ അവരാരെങ്കിലും നിങ്ങള് ന്യൂറോളജിസ്റ്റിനെയും ന്യൂറോ സർജനെയും? ഇല്ല. രണ്ടുപേരെ കേട്ടിട്ടുണ്ടോ? രണ്ടും വ്യത്യസ്തമാണെന്ന് അറിയാമോ? ന്യൂറോളജിസ്റ്റും ന്യൂറോ സർജനും. അതായത് നമ്മൾക്ക് ഞരമ്പ് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചിലപ്പോ പോയി കാണുന്ന ആളെന്ന് പറയുന്നത് ആരായിരിക്കും? ചിലപ്പോ എന്താ പറയാ, ആദ്യം നമുക്ക് എന്തെങ്കിലും നമ്മുടെ കൈക്കോ കാലിനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേദനകളോ കാര്യങ്ങളോ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓർത്തോ അല്ലെ, ഓർത്തോ ഡോക്ടറെയാണ് നമ്മൾ പോയി കാണുന്നത് അല്ലെ? ആണോ? അങ്ങനെയാണോ? ഓർത്തോ ഡോക്ടറെ അല്ലേ പോയി കാണുന്നത്? അതെ. അപ്പൊ ഓർത്തോ ഡോക്ടർ നമ്മളോട് പറയും എന്താണ് പ്രശ്നം എന്നൊക്കെ നമ്മളോട് ചോദിക്കും. അപ്പോ മരുന്ന് തരും. മരുന്ന് കഴിച്ചിട്ട് നമ്മുടെ കുറയുന്നില്ലെങ്കിൽ ചിലപ്പോ എക്സ്റേ എടുക്കാൻ പറയും. അപ്പൊ എക്സ്റേയിൽ എന്തെങ്കിലും ഒരു കാര്യം കണ്ടുപിടിക്കുവാണെങ്കിൽ കുറച്ചും കൂടി വ്യക്തതയ്ക്ക് വേണ്ടിയിട്ട് MRI സജസ്റ്റ് ചെയ്യും അല്ലെ? MRI സജസ്റ്റ് ചെയ്യുമ്പോൾ എന്താണ്, MRI സജസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും, MRI നമ്മൾ എടുത്തിട്ട് ഡോക്ടറെ അടുത്ത് കാണിക്കുമ്പോൾ MRIയിൽ ചിലപ്പോൾ ഞരമ്പിനൊക്കെ എന്തെങ്കിലും കംപ്ലൈന്റുകൾ ഉണ്ടെങ്കിൽ ഡോക്ടർ എന്ത് പറയും? ഓർത്തോ ഡോക്ടർ എന്ത് പറയും നമ്മളോട്? ആരെ കാണാനായിട്ട് പറയും? ആരെ കാണാനാ പറയാ? ആ, ന്യൂറോ അല്ലെ, ന്യൂറോളജിസ്റ്റിനെ കാണാനായിട്ട് പറയും അല്ലെ? നമ്മൾ എന്ത് ചെയ്യും? ന്യൂറോളജിസ്റ്റിനെ പോയി കാണും. ന്യൂറോളജിസ്റ്റിനെ പോയി കണ്ടു കഴിയുമ്പോൾ അദ്ദേഹം എന്ത് തരും? നമുക്ക് മരുന്നുകൾ തരും. അദ്ദേഹം നമ്മളെ ഒന്ന് ഒബ്സർവ് ചെയ്യും, പരിശോധനകളൊക്കെ നടത്തും, നമ്മുടെ MRI ഒക്കെ പരിശോധിക്കും. അപ്പൊ മരുന്നുകൾ കൊണ്ട് മാറുന്നതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ന്യൂറോളജിസ്റ്റിനെ കണ്ടാൽ മതി. ഓക്കെ, ആ ഞരമ്പിന്റെ തകരാറ് മെഡിസിൻ കൊണ്ട് മാറുകയാണെങ്കിൽ നമ്മൾ ന്യൂറോളജിസ്റ്റിനെ കണ്ടാൽ മതി. അഥവാ മരുന്നുകൾ കൊണ്ട് മാറുന്നില്ല, സർജറി വേണമെങ്കിൽ നമ്മൾ ന്യൂറോളജിസ്റ്റിനെ കണ്ടിട്ട് കാര്യമുണ്ടോ? സർജറി വേണമെങ്കിൽ ആരെയാ കാണേണ്ടത്? ന്യൂറോ സർജനെ കാണണം. ഓക്കെ, അപ്പൊ ന്യൂറോളജിയിൽ തന്നെ എന്തുണ്ട്? രണ്ട് വിഭാഗമുണ്ട്. മരുന്നുകൾ കൊണ്ട് രോഗം ചികിത്സിക്കുന്നതാണ് എന്ത്? ന്യൂറോ മെഡിസിൻ എന്ന് പറയുന്നത്. എന്നാൽ സർജറി കൊണ്ട് രോഗം ചികിത്സിക്കുന്നതിനെയാണ് ന്യൂറോ സർജറി എന്ന് പറയുന്നത്. ഒന്നും കൂടി ഞാൻ പറയാം, മരുന്നുകൾ കൊണ്ട് രോഗം ചികിത്സിക്കുന്നതിനെ ന്യൂറോ മെഡിസിൻ എന്ന് പറയുന്നു. എന്നാൽ സർജറി കൊണ്ട് രോഗം ചികിത്സിക്കുന്നതിനെ ന്യൂറോ സർജറി എന്ന് പറയുന്നു. വ്യത്യാസം മനസ്സിലായില്ലേ? മനസ്സിലായി? ഓക്കെ. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഒഫ്താൽമോളജി ആണ്. ഒഫ്താൽമോളജി എന്താ? ഒഫ്താൽമോളജി ഐ അല്ലെ, നമ്മുടെ കണ്ണുമായി ബന്ധപ്പെട്ടതാണ് അല്ലെ? ആ, നമ്മൾക്ക് കണ്ണിന് എന്തെങ്കിലും തകരാറുകൾ വരുവാണെങ്കിൽ, ഇപ്പൊ കണ്ണുവേദന വരുവാണ്, അല്ലെങ്കിൽ കണ്ണിൽ നിന്ന് വെറുതെ വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ്, അങ്ങനെ കണ്ണുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ എന്തുമായിക്കോട്ടെ നമ്മൾ പോയി കാണുന്ന വിഭാഗമാണിത് ഒഫ്താൽമോളജി അല്ലെ? ഒഫ്താൽമോളജിയിൽ നമ്മൾ കാണുന്നത് ഏത് ഡോക്ടറെയാ? ഐ സ്പെഷ്യലിസ്റ്റിനെയാണ് കാണുന്നത് അല്ലെ? അവര് നമ്മുടെ കണ്ണ് പരിശോധിക്കും, നമ്മൾക്ക് വേണ്ടിയിട്ടുള്ള മരുന്നുകൾ തരും. ഓക്കെ, അപ്പോ ഇത്രയുമാണ് എന്ത് ഇതിന്. ഇനിയുമുണ്ട് കേട്ടോ, സ്പെഷ്യലൈസ്ഡ് വാർഡിന് എക്സാമ്പിളിന് ഇനിയുമുണ്ട്. പക്ഷെ നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്നത് ഇത്രയും വാർഡുകളെ കുറിച്ചിട്ടാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഗൈനക്കോളജി, മെറ്റേണിറ്റി വാർഡ് പറഞ്ഞു, ഓങ്കോളജി അത് മെഡിസിൻ പറഞ്ഞു, സർജറി പറഞ്ഞു, നെഫ്രോളജി, ഡയാലിസിസ്, കാർഡിയോളജി, CTVS പറഞ്ഞു, ന്യൂറോളജി, മെഡിസിൻ പറഞ്ഞു, സർജറി പറഞ്ഞു, പിന്നീട് ലാസ്റ്റ് നമ്മൾ ഒഫ്താൽമോളജിയും പറഞ്ഞു. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ? ഓക്കെ. ഇനി നമുക്ക് അടുത്തത് നോക്കാം, മെയിൻ കമ്പോണന്റ്സ് ഓഫ് വാർഡ്. വാർഡിന്റെ പ്രധാനപ്പെട്ട കമ്പോണന്റുകൾ എന്തൊക്കെയാണ്? അപ്പൊ ആദ്യത്തേതാണ് എന്ത്? ക്ലിനിക്കൽ ഏരിയ. ക്ലിനിക്കൽ ഏരിയയില്
ചില കാര്യങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ വാർഡിന്റെ ക്ലിനിക്കൽ ഏരിയയിൽ വരുന്ന കമ്പോണന്റുകൾ എന്തൊക്കെയാണ്? പേഷ്യന്റ് വരും, രോഗി. ഓക്കെ, പിന്നെ നഴ്സിംഗ് ഏരിയ വരും, അതുപോലെ തന്നെ നഴ്സിംഗ് കൗണ്ടർ വരും. ഈ ഭാഗത്ത് അതായത് പേഷ്യന്റും നഴ്സിംഗ് ഏരിയയും നഴ്സിംഗ് കൗണ്ടറും ഉള്ള ഈ ഒരു ഏരിയയെ പറയുന്ന പേരാണെന്ത്? ക്ലിനിക്കൽ ഏരിയ എന്ന് പറയുന്നത്. അതായത് ഒരു വാർഡിൽ ചെന്നാൽ നമ്മൾ പേഷ്യന്റിനെ കാണുന്നുണ്ടോ, നഴ്സിംഗ് ഏരിയ കാണുന്നുണ്ടോ, നഴ്സിംഗ് കൗണ്ടർ കാണുന്നുണ്ടോ, ഈ ഏരിയയെ നമുക്ക് എന്ത് വിളിക്കാം? എന്താ വിളിക്കുന്ന ഈ ഏരിയയെ? ഈ 3 പേരെ കാണുന്ന നഴ്സിനെ കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നഴ്സിംഗ് ഏരിയ കാണുന്നുണ്ടെങ്കിൽ ആ ഏരിയയെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ക്ലിനിക്കൽ ഏരിയ. കേട്ടോ? ദെൻ രണ്ടാമത്തേതാണ് ഓക്സിലറി ഏരിയ. ഓക്സിലറി ഏരിയയിൽ നമുക്ക് നഴ്സസ് റൂം ആണ് കാണാൻ പറ്റുന്നത്. നഴ്സുമാരുടെ റൂം നമുക്ക് കാണാൻ പറ്റുന്ന ഏരിയയാണെന്ത്? ഓക്സിലറി ഏരിയ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഡോക്ടേഴ്സിന്റെ റൂമും കാണാനായിട്ട് പറ്റും. അപ്പോ നഴ്സുമാരുടെ റൂമും ഡോക്ടേഴ്സിന്റെ റൂമും ഉള്ള ഏരിയയാണെന്ത്? ഓക്സിലറി ഏരിയ എന്ന് പറയുന്നത്. ദെൻ മൂന്നാമത്തേതാണ് ഏൻസിലറി ഏരിയ. ഓക്സിലറി അല്ലട്ടോ, ഏൻസിലറി ഏരിയ. അതിനകത്ത് വരുന്നത് പാൻട്രി ആണ്. എന്താണ് പാൻട്രി? കണ്ടിട്ടുണ്ടാവുമല്ലോ നിങ്ങൾ ഹോസ്പിറ്റലില്. പാൻട്രി എന്താ? ഭക്ഷണം പ്രിപ്പയർ ചെയ്യുന്നതും സ്റ്റോർ ചെയ്യുന്നതും എവിടെയാണ്? ഈ റൂമിലാണ്. അതിനെ പറയുന്നതാണ് പാൻട്രി അല്ലെ, അല്ലെങ്കിൽ ക്യാൻറ്റീൻ എന്നൊക്കെ പറയാം നമുക്ക് അല്ലെ. ഭക്ഷണം പ്രിപ്പയർ ചെയ്യുന്നതും അതുപോലെ സ്റ്റോർ ചെയ്യുന്നതുമായിട്ടുള്ള റൂമാണെന്ത്? പാൻട്രി എന്ന് പറയുന്നത്. ഓക്കെ, then അടുത്തതാണ് ഡേ റൂം. ഡേ റൂം എന്ന് പറഞ്ഞാൽ എന്താണ്? പേഷ്യൻസിന് റെസ്റ്റ് എടുക്കാനും സംസാരിക്കാനും ഒക്കെ ഉള്ള ഒരു സ്ഥലമാണെന്ത്? ഡേ റൂം എന്ന് പറയുന്നത് കേട്ടോ. പേഷ്യൻസ് വിശ്രമിക്കുന്നതും അവര് സംസാരിക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന റൂമാണെന്ത്? ഡേ റൂം. ഓക്കെ, റെസ്റ്റിംഗ് റൂം ആണ് കേട്ടോ. റെസ്റ്റിംഗ് റൂം ഓഫ് പേഷ്യൻസ് ആണെന്ത്? ഡേ റൂം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ട്രോളി ബേ എന്തായിരിക്കും? ട്രോളി ബേ നമ്മൾക്ക് ധാരാളം കാര്യങ്ങൾ, അതായത് ട്രോളികള്, വീൽ ചെയറുകള്, സ്ട്രെച്ചറുകള്, ഇവയൊക്കെ സൂക്ഷിക്കാനായിട്ട് ഒരു റൂം വേണ്ടേ? നമുക്ക് ധാരാളം കാര്യങ്ങൾ കാണാൻ പറ്റില്ലേ? ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ വീൽ ചെയർ കുറെ അധികം കാണാൻ പറ്റില്ലേ? ട്രോളികൾ കാണാൻ പറ്റില്ലേ? സ്ട്രെച്ചേഴ്സ് കാണാൻ പറ്റില്ലേ? ഇതൊക്കെ എന്താണ്? എവിടെയാണ് സൂക്ഷിക്കുന്നത്? ട്രോളി ബേ എന്ന് പറയുന്ന ആ സ്ഥലത്താണ് സൂക്ഷിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ അത്തരത്തില് അതായത് നമ്മുടെ ട്രോളികള്, വീൽ ചെയറുകള്, സ്ട്രെച്ചേഴ്സ് ഇതൊക്കെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന റൂമാണ് എന്ത്? ട്രോളി ബേ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് സാനിറ്ററി ഏരിയയിലോട്ട് പോകാം. അപ്പൊ പേരിൽ തന്നെ ഉണ്ട് എന്താണ് സാനിറ്ററി ഏരിയ. അതായത് ടോയ്ലറ്റുകള്, അതുപോലെ ഡേർട്ടി യൂട്ടിലിറ്റി, അതായത് വൃത്തിഹീനമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. അതായത് രോഗികൾക്ക് ഉപയോഗിച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ, നമ്മൾ വേസ്റ്റേജ് വരുന്ന സാധനങ്ങളൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു റൂം ഉണ്ടാവില്ലേ, അതിനെയാണ് ഡേർട്ടി യൂട്ടിലിറ്റി എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, പേഷ്യൻസിന് നമ്മൾ ഉപയോഗിച്ച സാധനങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ഇപ്പൊ ബ്ലഡ് പറ്റിയിട്ടുള്ള കോട്ടൺസും കാര്യങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് എന്ത്? ഡേർട്ടി യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് സാനിറ്ററി ഏരിയയിൽ വരുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മെയിൻ കമ്പോണൻസ് ഓഫ് വാർഡില് ക്ലിനിക്കൽ ഏരിയ വരുന്നുണ്ട്, ഓക്സിലറി ഏരിയ, ആൻസിലറി ഏരിയ, സാനിറ്ററി ഏരിയ. ക്ലിയർ ആണോ? ഓക്കെ ആണ്. ഇനി നിങ്ങൾ ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. ഫാക്ടേഴ്സ് ഇൻവോൾവഡ് ഇൻ ഗുഡ് വാർഡ് മാനേജ്മെന്റിൽ ഒന്ന് റീഡ് ചെയ്ത് നോക്കിക്കോളൂ.
വായിച്ചു കഴിഞ്ഞെങ്കിൽ തമ്പ കേട്ടോ. ഓക്കെ. ഫാക്ടേഴ്സ് ഇൻവോൾവഡ് ഇൻ ഗുഡ് വാർഡ് മാനേജ്മെന്റ്, അതായത് ഒരു നല്ല രീതിയിൽ ഒരു വാർഡ് പ്രവർത്തിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ഗുഡ് വാർഡ് മാനേജ്മെന്റ് ഒരു ഹോസ്പിറ്റലിൽ കീപ്പ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ ഉൾപ്പെടുത്തേണ്ടതെന്നാണ് താഴെ പറയുന്നത് കേട്ടോ. നല്ല രീതിയിൽ ഒരു വാർഡ് പ്രവർത്തിക്കണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെയാണ് ഫോളോ ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. അതിനകത്ത് ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഫോളോ പോളിസീസ് ആൻഡ് പ്രോട്ടോകോൾസ് ആണ്. ഫോളോ പോളിസീസ് ആൻഡ് പ്രോട്ടോകോൾസ്, അതായത് ആശുപത്രിയുടെ നയങ്ങളും പ്രോട്ടോകോളുകളും പാലിക്കുക. അതായത് ഓരോ ആശുപത്രികൾക്കും ഡിഫറെന്റ് ആയിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അല്ലെങ്കിൽ പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ആണ് ഉണ്ടാവുക. ഓരോ ഹോസ്പിറ്റലിലും ഡിഫറെന്റ് ആയിരിക്കുള്ളൂ. അപ്പൊ നമ്മൾ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റൽ ഏതാണോ അവിടുത്തെ പോളിസികൾ എന്താണോ അവിടുത്തെ പ്രോട്ടോകോൾ എന്താണോ അത് ഫോളോ ചെയ്യുക. അത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ വാർഡുകൾ പ്രവർത്തിക്കുന്നതിന് കാരണമാണ്. ഓക്കെ. രണ്ടാമത്തെ പോയിന്റ്, നോളജ് ഓഫ് ഓൾ ഡ്യൂട്ടീസ് ടു ബി പെർഫോംഡ് ഇൻ ദ വാർഡ്. വാർഡിലെ എല്ലാ ജോലികളെയും കുറിച്ച് അറിവുണ്ടായിരിക്കുക. ഒരു വാർഡില് സ്റ്റാഫുകൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ, ഈ സ്റ്റാഫുകൾ വർക്കിംഗ് ആണെങ്കിൽ ഇപ്പൊ അവിടെ നഴ്സുമാരുണ്ടാകും, അറ്റൻഡർമാരുണ്ടാകും, ക്ലീനിങ് സ്റ്റാഫുകൾ ഉണ്ടാകും, അല്ലെ, ധാരാളം സ്റ്റാഫുകൾ ഉണ്ടാകും. അപ്പോ അവിടെയുള്ള ജോലികളെ കുറിച്ച്, അവരവര് ചെയ്യേണ്ട ജോലികളെ കുറിച്ചുള്ള അറിവുകൾ ഉണ്ടായിരിക്കുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ. മൂന്നാമത്തെ പോയിന്റ്, എ പ്ലാൻഡ് പ്രോഗ്രാം ഫോർ ഈച്ച് ഡേയ്സ് വർക്ക്. ദിവസേനയുള്ള ജോലികൾ മുൻകൂട്ടി പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഓരോ ദിവസവും നമ്മൾ ചെയ്യേണ്ട ജോലികളെ കുറിച്ച് ഒരു പ്ലാൻ തയ്യാറാക്കുക. ഇപ്പൊ നമ്മൾ രാവിലെ ഒരു 9 മണിക്കാണ് നമ്മുടെ ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. 9 മണി തുടങ്ങി 5 മണി വരെ നമുക്ക് ഡ്യൂട്ടി ഉണ്ടാകും. അപ്പൊ അത് നേരത്തെ തന്നെ ഒന്ന് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏതൊക്കെ ജോലികളാണ് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ആ ഹോസ്പിറ്റലിൽ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ഡ്യൂട്ടികൾ ചെയ്യേണ്ടത് എന്നുള്ള ഒരു വ്യക്തമായിട്ടുള്ള ഒരു ധാരണ നമുക്ക് ഉണ്ടാകും, അല്ലെ. അത് ഹോസ്പിറ്റലിന്റെ കാര്യത്തിൽ മാത്രമല്ല കേട്ടോ, നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും നേരത്തെ തന്നെ പ്ലാൻ ചെയ്യുവാണെങ്കിൽ നമുക്കത് പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ, നമുക്ക് അത് ബോറടിക്കാതെ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാനായിട്ടും സാധിക്കും, അല്ലെ. അങ്ങനെയാണോ? നിങ്ങൾ പ്ലാൻ ചെയ്യാറുണ്ടോ? ഓരോ ദിവസത്തെ ജോലിയും പ്ലാൻ ചെയ്യാറുണ്ടോ? ഉണ്ട്. എല്ലാവരും പ്ലാൻ ചെയ്യാറുണ്ട്. ഓക്കെ, നല്ല കാര്യം. അപ്പൊ നമ്മൾ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുവാണെങ്കിൽ ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് നമ്മൾക്ക് എന്തൊക്കെ ജോലികളാണ് ഉള്ളത് അതൊക്കെ നേരത്തെ തന്നെ എന്ത് ചെയ്യുക, പ്ലാൻ ചെയ്യുക. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ബിഗിനിങ് ദ ഡേ ഓൺ ടൈം, അതായത് സമയം പാലിച്ച് ദിവസം ആരംഭിക്കുക. അതായത് നമുക്കറിയാം ഹോസ്പിറ്റൽ ഡ്യൂട്ടി ഒക്കെ ആണെങ്കിൽ നിർബന്ധമായിട്ട് നമ്മൾ ഇന്ന ടൈമിൽ റിപ്പോർട്ട് ചെയ്തിരിക്കണം, അല്ലെ. നമുക്കറിയാം ഇപ്പൊ ഒട്ടുമിക്ക സ്ഥാപനങ്ങളിലും പഞ്ചിങ് ആണ്, അല്ലെ. പഞ്ച് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക, അകത്തേക്ക് കയറുക, അല്ലെ. അപ്പൊ 9 മണിക്കാണ് ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ 9 മണിക്ക് കറക്റ്റ് 9 മണിക്ക് അവിടെ എത്തിയിട്ട് കാര്യമില്ല. ചിലപ്പോൾ മുകളിലൊക്കെ ആയിരിക്കും, ചിലപ്പോൾ നമുക്ക് ലിഫ്റ്റ് ഒക്കെ യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ടാകും. അപ്പോ നമ്മൾ കുറച്ച് നേരത്തെ ഒരു 8:45 അല്ലെങ്കിൽ ഒരു 8:30 കഴിയുന്നതോടു കൂടി നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാല് കൃത്യമായിട്ട് നമുക്ക് അവിടെ എന്താ പറയാ ചെല്ലാനും അതുപോലെ തന്നെ നമുക്ക് പഞ്ചിങ് പോലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ സൈൻ ചെയ്യുന്നത് പോലുള്ള കാര്യങ്ങളൊക്കെ, അതായത് കൃത്യമായിട്ട് കറക്റ്റ് സമയത്ത് ചെല്ലാതെ കുറച്ചും കൂടി നേരത്തെ നമ്മൾ അവിടെ ചെന്ന് നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് ഡ്യൂട്ടിക്ക് കയറാന്നുള്ളത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. 9 മണിക്ക് ഡ്യൂട്ടിക്ക് കയറേണ്ട ആള് 9 മണിക്ക് തന്നെ കറക്റ്റ് അവിടെ എത്തിയിട്ട് കാര്യമില്ല. കുറച്ചും കൂടി സമയം നേരത്തെ എന്ത് ചെയ്യണം, നമ്മള് ജോലി സ്ഥലത്ത് ചെന്നിരിക്കണം. ആണോ? അങ്ങനെ ചെയ്യില്ലേ? ഹോസ്പിറ്റലിൽ ജോലി കിട്ടുമ്പോൾ അങ്ങനെ ചെയ്യില്ലേ? ആ, കൃത്യമായിട്ട് ചെല്ലണം കേട്ടോ. നമ്മള് ആ ഒരു കറക്റ്റ് ടൈം നോക്കി നമ്മൾ ചെയ്യരുത്. 5 മിനിറ്റ് 10 മിനിറ്റ് നേരത്തെ എങ്കിലും എന്ത് ചെയ്തിരിക്കണം, മുമ്പേ നമ്മള് എത്തിയിട്ടുണ്ടാകണം. ഓക്കെ.
അപ്പോ സമയം പാലിച്ച് ദിവസം ആരംഭിക്കുക എന്നുള്ളതാണ്. Then നെക്സ്റ്റ് പോയിന്റ്, ഫിഫ്ത് പോയിന്റ് ആണ് പറയുന്നത്, പ്രിവെന്റിങ് ഇന്ററപ്ഷൻസ്, എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് വാർഡ് റൂട്ടീൻ. അതുപോലെ തന്നെ അനാവശ്യമായിട്ടുള്ള ഇടപെടലുകൾ ഒഴിവാക്കുക. നമ്മള് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അനാവശ്യമായിട്ട് ഇടപെടാനായിട്ട് പോകരുത്. ഇപ്പൊ നമുക്കറിയാം അവിടെ വരുന്നത് കൂടുതൽ പേഷ്യൻസ് ആണ്, അതുപോലെ തന്നെ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കൊളീഗ്സ് ഉണ്ടാകും, സ്റ്റാഫുകൾ ഉണ്ടാകും അല്ലെ. അപ്പോ അനാവശ്യമായിട്ടുള്ള ഇടപെടലുകൾ അല്ലെങ്കിൽ ഇന്ററപ്ഷൻസ് ഇല്ലാതിരിക്കുന്നതാണ് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ എന്താ പറയുന്നേ, വാർഡ് റൂട്ടീൻ കൃത്യമായിട്ട് പാലിക്കുക. അതായത് ഒരു വാർഡിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. ഇപ്പൊ വാർഡിലാണ് നമുക്ക് ഡ്യൂട്ടി എങ്കിൽ കൃത്യമായിട്ട് രോഗികളെ നമ്മൾ ഒബ്സർവ് ചെയ്യണം, അവരുടെ വൈറ്റൽസ് നമ്മൾ ചെക്ക് ചെയ്യണം. അങ്ങനെ കൃത്യമായിട്ട് ഇടവേളകളിൽ അവരെ നമ്മൾ പോയി ചെക്ക് ചെയ്യേണ്ട ആവശ്യകതകളുണ്ട് അല്ലെ. അപ്പോ കൃത്യമായിട്ട് ആ വാർഡ് റൂട്ടീൻ പാലിക്കുക എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ ഡോക്ടർ റൗണ്ട്സിന് വരുന്ന സമയമുണ്ട്. ചിലപ്പോൾ ഡോക്ടേഴ്സ് റൗണ്ട്സിന് വരുന്നത് ചിലപ്പോ 9 മണിക്കും 11 മണിക്കും ഇടയ്ക്കുള്ള സമയത്തായിരിക്കും ഡോക്ടേഴ്സ് റൗണ്ട്സിന് വരിക മിക്കവാറും. അപ്പൊ ആ സമയത്ത് ഡോക്ടറുടെ കൂടെ പോവുക, ഡോക്ടർ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് കേൾക്കുക, നോട്ട് ചെയ്യുക. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യേണ്ടതുണ്ട്, ശ്രദ്ധിക്കേണ്ടതുണ്ട് കേട്ടോ. അപ്പൊ കൃത്യമായിട്ടൊരു വാർഡ് റൂട്ടിന് എന്ത് ചെയ്യണം, ഫോളോ ചെയ്യണം, കൃത്യമായിട്ട് പാലിക്കണം. Then use of democratic methods in the establishment of ward policy. അതായത് ഡെമോക്രാറ്റിക് രീതിയിൽ എന്താ പറയാ തീരുമാനങ്ങൾ എടുക്കുക. ഈ ഡെമോക്രാറ്റിക് രീതി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്, ജനാധിപത്യപരം എന്നാണ് അല്ലെ ഡെമോക്രാറ്റിക്കിന്റെ മീനിങ് വരിക. എന്തായിരിക്കും അപ്പോ, എന്തായിരിക്കും ഡെമോക്രാറ്റിക് വേ എന്ന് പറഞ്ഞാല്? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ ആർക്കെങ്കിലും? അതായത് എല്ലാവരെയും തുല്യമായി കാണുക എന്നുള്ള മീനിങ് ആണ് ഇവിടെ വരുന്നത് കേട്ടോ. ഓക്കെ, ഒരു വാർഡില് ഉള്ള ആളുകൾ എന്ന് പറയുന്നത്, അതിനകത്ത് ചിലപ്പോൾ പേഷ്യൻസ് പണക്കാരുണ്ടാകാം, പാവപ്പെട്ടവരുണ്ടാകാം, ഇല്ലേ? ഉണ്ടാവാൻ സാധ്യതയില്ലേ? പണമുള്ളവരുണ്ടാകാം, പണം ഇല്ലാത്തവരുണ്ടാകാം അല്ലെ. എല്ലാവരും ഒരേപോലെ ആയിരിക്കോ? ഒരിക്കലും ഇല്ല അല്ലെ. അപ്പോ അത്തരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻ ഒന്നും കാണിക്കാതെ എല്ലാവരെയും ഈക്വൽ ആയിട്ട് കാണുക എന്നുള്ളതാണ് എന്ത് ഈ ഒരു രീതി പറയുന്നത് കേട്ടോ. അപ്പോ എല്ലാവരെയും ഈക്വലായി കണ്ടുകൊണ്ടുള്ള ഡിസിഷൻസും കാര്യങ്ങളും ഒക്കെ എന്ത് ചെയ്യുക, എടുക്കുക. ഓക്കെ, ദെൻ അടുത്തത് ഓറിയന്റേഷൻ ഓഫ് ന്യൂ സ്റ്റാഫ് മെമ്പേഴ്സ്. അതായത് പുതിയ സ്റ്റാഫുകൾ വരുമ്പോൾ അവർക്കുള്ള ട്രെയിനിങ് കൊടുക്കുക. ഇപ്പൊ നമ്മള് ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് നിൽക്കുവാണ്, കുറെ കാലങ്ങളായി നമ്മൾ അവിടെ നിൽക്കുന്നു. അപ്പൊ നമ്മൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളായിരിക്കും അല്ലെ. പക്ഷെ പുതിയ ആളുകൾ വരുമ്പോൾ അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്വം? നമ്മുടെ ഉത്തരവാദിത്വം അല്ലെ. കാരണം പുതുതായിട്ട് വരുന്ന ഒരാളാണ്, അയാൾക്ക് ഇതിനെ കുറിച്ച് ഏകദേശം ഒരു ധാരണയും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പൊ എന്ത് കൊടുക്കണം? അവർക്ക് ഓറിയന്റേഷൻ കൊടുക്കണം. അവർക്ക് എന്താണ്, ഇപ്പൊ വാർഡിലാണ് ഡ്യൂട്ടി എങ്കിൽ വാർഡിനെ കുറിച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം, അവിടുത്തെ ജോലി പറഞ്ഞു കൊടുക്കണം. അങ്ങനെ പുതിയ മെമ്പേഴ്സിനുള്ള ഓറിയന്റേഷൻ കൊടുക്കുക എന്നുള്ളത് എന്താണ്, ഫോളോ ചെയ്യേണ്ട ഒരു കാര്യം. Okay, the next one, maintenance of a suitable environment. എന്താണ് ഇവിടെ പറയുന്നത്? അനുയോജ്യമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഒരുക്കുക. അതായത് ഒരു വാർഡ് ആകുമ്പോൾ നമുക്കറിയാം ഇവിടെ പേഷ്യൻസ് ഉണ്ട്, എല്ലാവരും തന്നെ രോഗത്താല് ബുദ്ധിമുട്ടി കിടക്കുന്നവരാണ് അല്ലെ. അപ്പോ അവർക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് നമ്മൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രത്യേകിച്ച് ഹോസ്പിറ്റലിന്റെ ഭാഗത്ത് നിന്നും നമുക്കറിയാം, രോഗികളൊക്കെ കിടക്കുന്ന സ്പേസ് ആണെങ്കിൽ അവിടെ അനാവശ്യമായിട്ടുള്ള ഒച്ചകളോ സൗണ്ടുകളോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ പാടില്ല. അതൊക്കെ പേഷ്യൻസിന് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കും അല്ലെ. അപ്പൊ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷം ഒരുക്കി കൊടുക്കുക എന്നുള്ളത് ഹോസ്പിറ്റലിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ദാറ്റ് ഈസ് മെയിൻ്റനൻസ് ഓഫ് സ്യൂട്ടബിൾ എൻവയോൺമെന്റ്. The next one, provision of supplies and equipment for efficient work. ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങളും സാമഗ്രികളും ലഭ്യമാക്കുക എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, അതായത് അവിടെ വാർഡിൽ കിടക്കുന്ന പേഷ്യൻസിന് വേണ്ടിയിട്ടുള്ള എക്യുപ്മെന്റ്സുകള്, അതുപോലെ തന്നെ ഉപകരണങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, അവർക്ക് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതും വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. The next point, clear cut doctors and nurses orders.
ഡോക്ടർമാര്, നഴ്സുമാര് എന്നിവരുടെ നിർദ്ദേശങ്ങൾ വ്യക്തമായിരിക്കണം. നമുക്കറിയാം ഡോക്ടേഴ്സും നഴ്സുമാരൊക്കെ റൗണ്ട്സിന് വരുന്ന സമയത്ത്, അതായത് ഡോക്ടർ പറയുന്ന കാര്യങ്ങള് വ്യക്തമായിട്ട് ആർക്ക് മനസ്സിലാക്കിയിരിക്കണം? നഴ്സുമാരെ മനസ്സിലാക്കിയിരിക്കണം അല്ലെ? എന്നാൽ മാത്രമാണ് പേഷ്യൻസിന് വേണ്ടിയിട്ടുള്ള മരുന്നുകളും കാര്യങ്ങളും അവർക്ക് വേണ്ടിയുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ ഡോക്ടർ പറയുന്ന കാര്യങ്ങളാണെങ്കിലും നഴ്സുമാര് കേൾക്കുന്ന കാര്യങ്ങളാണെങ്കിലും അവരെന്ത് ചെയ്തിരിക്കണം? അത് വ്യക്തമാക്കിയിട്ടുണ്ടാകണം. ഓക്കെ, വെറുതെ അതും ഇതും പറഞ്ഞിട്ടൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, വാർഡിൽ വന്ന് പോവാനായിട്ട് പാടില്ല. പേഷ്യൻസിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടാകണം, അവരുടെ രോഗത്തെ കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടായിരിക്കണം, അവരുടെ മെഡിസിൻ എന്താണ്, അവരുടെ ചികിത്സ എന്താണെന്നുള്ള കൃത്യമായിട്ടുള്ള ധാരണ ഡോക്ടർമാർക്കും നഴ്സുമാർക്കും ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമാണ് ആ പേഷ്യൻസിനെ എത്രയും പെട്ടെന്ന് സ്റ്റേബിൾ ആക്കി ഡിസ്ചാർജ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, the next one, accurate records, full reports. അതായത് കൃത്യമായിട്ടുള്ള രേഖകളും റിപ്പോർട്ടുകളും സൂക്ഷിക്കുക. അതായത് പേഷ്യൻസിനെ കുറിച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ള രേഖകള്, അവരുടെ റിപ്പോർട്ടുകൾ എന്നിവ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, then next, maintenance of high morale among all staff members. അതായത് എന്താ പറയാ, സ്റ്റാഫ് മെമ്പേഴ്സിന്റെ ഹൈ മൊറൽ നിലനിർത്തുക എന്നുള്ളതാണ്. അതായത് നല്ല രീതിയിൽ അവരുടെ ആത്മവിശ്വാസവും മനോവീര്യവും വർദ്ധിപ്പിക്കുക. സ്റ്റാഫ്, അതായത് അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് കോൺഫിഡൻസ് ഉണ്ടായിരിക്കുക, നല്ല മനഃശക്തി ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ്, establishment of good working relationships with the ward and with the other associates. പിന്നെ അതുപോലെ തന്നെ അവിടെ വർക്ക് ചെയ്യുന്ന, അവിടെ എന്താ പറയാ, വർക്ക് ചെയ്യുന്ന ആളുകളായാലും അതുപോലെ ആ വാർഡില് എന്താ പറയാ ജോലി ചെയ്യുന്ന ആളുകളായാലും ഒക്കെ നല്ല ഒരു റിലേഷൻ ഉണ്ടായിരിക്കുക. പരസ്പരം കൊളീഗ്സ് തമ്മിൽ അല്ലെങ്കിൽ സ്റ്റാഫുകൾ തമ്മിൽ പരസ്പരം ഒരു കോർഡിനേഷൻ ആൻഡ് റിലേഷൻ ഉണ്ടാക്കുക എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അവര് തമ്മിൽ നല്ല രീതിയിലുള്ള ഒരു ബന്ധങ്ങൾ വളർത്തുക. നെക്സ്റ്റ്, ഡിലിഗേഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റി. ഉത്തരവാദിത്തങ്ങൾ ശരിയായിട്ട് വിഭജിക്കുക. ഒരു വാർഡില് കുറേയധികം സ്റ്റാഫുകൾ ഉണ്ടെങ്കിൽ അവർക്ക് എല്ലാവർക്കും കൂടി എന്ത് കൊടുക്കുക? റെസ്പോൺസിബിലിറ്റീസ് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. റെസ്പോൺസിബിലിറ്റീസ് വിഭജിച്ച് കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ്, വെൽ പ്ലാൻഡ് അസൈൻമെന്റ്സ്. ജോലികള് നല്ല രീതിയിൽ ക്രമീകരിക്കുക. ഓക്കെ, വെൽ പ്ലാൻഡ് അസൈൻമെന്റ്സ് എന്ന് പറഞ്ഞാല് ജോലികൾ ശരിയായി കൃത്യമായിട്ട് ക്രമീകരിക്കുക, അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. Then well arranged time for personnel. അതായത് സ്റ്റാഫിന് ശരിയായിട്ടുള്ള സമയക്രമം ഒരുക്കുക. അവിടെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഒരു ടൈം ഫിക്സ് ചെയ്യുക. അതായത് ഡ്യൂട്ടി ടൈം ഉണ്ടല്ലോ, അപ്പോ എല്ലാ ആളുകൾക്കും ഒരേപോലെ ആയിരിക്കില്ല ഡ്യൂട്ടി ടൈം. ചിലപ്പോ ചില ആളുകൾക്ക് മോർണിംഗ് ഡ്യൂട്ടി ഉണ്ടാകും, ചില ആളുകൾക്ക് ഈവനിങ് ആയിരിക്കാം, ചില ആളുകൾക്ക് നൈറ്റ് ഡ്യൂട്ടി ഉണ്ടാകും. അപ്പൊ ഓരോരുത്തരുടെ ടൈം കൃത്യമായിട്ട് അലോ ചെയ്ത് കൊടുക്കും. ഓക്കെ, വാർഡിൽ എന്നൊക്കെ പറഞ്ഞാല് ഷിഫ്റ്റ് ആണ് അല്ലെ, ഷിഫ്റ്റ് ചേഞ്ച് ഉണ്ടാകും. അതായത് ഒരു സ്റ്റാഫ് തന്നെ ഇരിക്കില്ല 24 മണിക്കൂർ ഉണ്ടാവുന്ന ആളുകൾ മാറി മാറി വരും. അപ്പൊ അതിനനുസരിച്ച് എന്ത് ചെയ്യാം, സ്റ്റാഫിന് കൃത്യമായിട്ടുള്ള സമയം കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി ലാസ്റ്റ് വൺ ആണ് ഗുഡ് ടീച്ചിങ് ആൻഡ് സൂപ്പർവിഷൻ. നല്ല മേൽനോട്ടവും നല്ല ഒരു ടീച്ചിങ്, അതായത് നല്ലൊരു പഠിപ്പിക്കുന്ന ഒരു രീതി അല്ലെങ്കിൽ നല്ലൊരു വിഷനോട് കൂടെ നല്ലൊരു മേൽനോട്ടം ഉണ്ടായിരിക്കുക എന്നുള്ളത് വാർഡ് മാനേജ്മെന്റിന്റെ ഇതിൽ വരുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്, ഫാക്ടേഴ്സ് ഓഫ് വാർഡ് മാനേജ്മെന്റിൽ വരുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ ആണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. ഞാൻ മൈക്ക് ഓൺ ചെയ്യാം. മൈക്ക് ഓൺ ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ.
Ma'am, factors involved in good guard management. അതിൽ അഞ്ചാമത്തെ പോയിന്റ് പറയാം മാം. ഈവനിങ് പോയിന്റ്. അതായത് പ്രിവെന്റിങ് ഇന്ററപ്ഷൻസ്, എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് വാർഡ് റൂട്ടീൻ. അതായത് അനാവശ്യ ഇടപെടലുകൾ ഒഴിവാക്കുക, നല്ലൊരു വാർഡ് റൂട്ടീൻ എസ്റ്റാബ്ലിഷ് ചെയ്യുക. അതായത് നമ്മൾ ഇപ്പോ വാർഡിൽ വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ഇപ്പൊ പേഷ്യൻസിനോടായാലും മറ്റ് സ്റ്റാഫുകളോടായാലും അനാവശ്യമായിട്ടുള്ള വർത്തമാനങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ് കേട്ടോ. ആരെയും അനാവശ്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യരുത്, സംസാരിക്കരുത്. അവരുടെ കാര്യങ്ങളിൽ നമ്മൾ പേഷ്യൻസിന്റെ കാര്യത്തിലാണെങ്കിലും മറ്റ് സ്റ്റാഫുകളുടെ കാര്യത്തിലാണെങ്കിലും ഒക്കെ നമ്മൾ അനാവശ്യമായിട്ടുള്ള ഇന്ററപ്ഷൻസ് നമ്മൾ ഒഴിവാക്കുക, അവോയ്ഡ് ചെയ്യുക. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ നല്ലൊരു വാർഡ് റൂട്ടീൻ എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ ഓക്കെ മാം. ഓക്കെ മാം, പ്രൊഫഷൻ ഓഫ് സപ്ലൈസ് ആൻഡ് എക്വിപ്മെന്റ് ഫോർ എഫിഷ്യന്റ് വർക്ക്, അതെന്തുവാ പോയിന്റ്സ്? അത് ഏഴാമത്തെ പോയിന്റ്. മെയിൻ്റെനൻസോ എട്ടാമത്തെ പോയിന്റ് മാം, പ്രൊഫഷൻ ഓഫ് സപ്ലൈസ് ആൻഡ് എക്വിപ്മെന്റ് ഫോർ എഫിഷ്യന്റ് വർക്ക്. അതായത് വാർഡിലേക്ക് ആവശ്യമായിട്ടുള്ള എക്വിപ്മെന്റുകള്, അതുപോലെ സാധനങ്ങൾ, അതൊക്കെ അവിടെ പ്രൊവൈഡ് ചെയ്യാന്നുള്ളതാണ് രോഗികൾക്ക്. ഇപ്പോ രോഗികൾക്ക് ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ വാർഡിൽ കൊടുക്കുന്ന ഒരു പേഷ്യന്റ് അയാൾക്ക് ചിലപ്പോ ചുമയായിരിക്കാം. അപ്പോ അയാൾക്ക് എന്ത് കൊടുക്കേണ്ടതുണ്ട്? അദ്ദേഹത്തിന് നെബുലൈസർ കൊടുക്കേണ്ടതുണ്ട്, നെബുലൈസ് ചെയ്യിക്കാനായിട്ട്. അതൊരു എക്വിപ്മെന്റ് ആയിട്ട് വരുന്നില്ലേ വാർഡിലെ? ഇപ്പൊ രോഗികൾക്ക് എന്താണോ ആവശ്യം, എന്ത് മെഡിസിൻ ആയിക്കോട്ടെ, ഉപകരണങ്ങളായിക്കോട്ടെ, അത് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് വാർഡ് മാനേജ്മെന്റിൽ വരുന്നതാണ്. ഓക്കെ മാം. മാം, പിന്നെ ലാസ്റ്റ് പോയിന്റ്, മെയിൻ്റെനൻസ് ഓഫ് ഹൈ മോറൽ എമംഗ് ആൾ സ്റ്റാഫ് മെമ്പേഴ്സ്. അതിന്റെ ഒരു എന്തോ മെയിൻ്റെനൻസ് ഓഫ് ഹൈ മോറൽ. സ്റ്റാഫുകൾക്കിടയിൽ നല്ല രീതിയിലുള്ള ആത്മവിശ്വാസം ഉണ്ടായിരിക്കുക, മനഃശക്തി ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് കേട്ടോ. അതായത് അവിടെ വർക്ക് ചെയ്യുന്ന ഓരോ ആളുകൾക്കും നല്ല രീതിയിൽ കോൺഫിഡന്റ് ആയിരിക്കുക അവര്. എന്നാൽ മാത്രമാണ് അവർക്ക് നല്ല രീതിയിൽ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഇപ്പൊ പേഷ്യന്റ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നമുക്കറിയാം, കാണുന്നതാണ്, പേഷ്യൻസും അതുപോലെ നഴ്സുമാരും സ്റ്റാഫുകളും തമ്മിൽ ചിലപ്പോൾ വാക്യങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അല്ലെ? അപ്പൊ പേഷ്യന്റ് എന്തെങ്കിലും ഇപ്പോ മോശമായിട്ട് പെരുമാറിയെന്ന് വിചാരിക്കുക, ഭയങ്കരമായിട്ട് രൂക്ഷമായിട്ട് സംസാരിച്ചു എന്ന് വിചാരിക്കുക. അത് കേട്ട് എന്ത് ചെയ്യരുത്, സ്റ്റാഫ് തളരാനായിട്ട് പാടില്ല. തളർന്നു പോയി നമുക്ക് അവിടെ ജോലി ചെയ്യാൻ പറ്റുമോ? ഇല്ല, പറ്റില്ല. നമ്മൾ ജോലി നിർത്തി പോരല്ലേ ചെയ്യുള്ളൂ. അപ്പൊ അത് പാടില്ല. അപ്പൊ നമ്മൾ സ്റ്റാഫുകൾക്കിടയിൽ എന്ത് വേണം? മനഃശക്തി വേണം, അതുപോലെ തന്നെ കോൺഫിഡൻസ്, മനോധൈര്യം വേണം. ചിലപ്പോ ആദ്യമൊക്കെ വിഷമം തോന്നാം. ഇപ്പൊ റിസപ്ഷനിലൊക്കെ നിൽക്കുന്ന വ്യക്തികൾക്കാണ് കൂടുതലായിട്ട് അത് മനസ്സിലാവുന്നത്. അതായത് പേഷ്യന്റ് വന്ന് അനാവശ്യമായിട്ട് എന്ത് ചെയ്യും, ചിലപ്പോ വഴക്ക് പറയും. ചിലപ്പോ ഇവരുടെ കുറ്റമായിരിക്കില്ല, ചിലപ്പോ വേറെ വല്ല കാരണമായിരിക്കും. പക്ഷെ പേഷ്യന്റ് വഴക്ക് പറയുന്നത് മുഴുവൻ റിസപ്ഷനിസ്റ്റിനെ ആയിരിക്കും. അപ്പൊ അത് കേട്ട് നിലവിളിച്ച് ഓടിപ്പോകാനായിട്ട് പാടില്ല റിസപ്ഷനിസ്റ്റ് അല്ലെ? അപ്പൊ ഇവർക്ക് എന്ത് വേണമാ, ചില കാര്യങ്ങൾ കേട്ടില്ല കണ്ടില്ല എന്നുള്ള രീതിയിൽ നമ്മൾ നടിക്കണം. അതുവരെ നമുക്ക് എന്ത് വേണം? മനഃശക്തി വേണം, മനോധൈര്യം വേണം, കോൺഫിഡൻസ് വേണം. അതാണ് അവിടെ പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ വാർഡിൽ എന്ത് ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കാം. ഓക്കെ, ക്ഷമ വേണം. വേണം. അതെ, ക്ഷമ വേണം, നല്ല രീതിയിൽ ക്ഷമ. പേഷ്യൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ. ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ആൾക്ക് ആദ്യം വേണ്ടത് ക്ഷമ വേണം, പിന്നെ അതുപോലെ നല്ല രീതിയിൽ മനക്കെട്ടി ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അതായത് വ്യത്യസ്തരായിട്ടുള്ള ആളുകളാണ് നമ്മുടെ അടുത്ത് വരുന്നത്. നമുക്കറിയില്ല, ആളുകളുടെ സ്വഭാവം നമുക്കറിയില്ല. അപ്പോ നമ്മള് അവരെ നല്ല രീതിയിൽ കേൾക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ റെസ്പോണ്ട് ചെയ്യേണ്ടത് നമ്മൾ റെസ്പോണ്ട് ചെയ്യണം. പക്ഷെ എന്താണ്, അത് അധികമായിട്ട് പോകാനും പാടില്ല. അത് നമ്മളെ ജോലിയെ ബാധിക്കും അല്ലെ? അപ്പോ ചില കാര്യങ്ങൾ നമ്മൾ കേട്ട് കഴിഞ്ഞാൽ അത് കണ്ടില്ലെന്നോ കേട്ടില്ലെന്നോ നടിക്കുക. അത് നമ്മുടെ ജോലിയുടെ ഭാഗമായിട്ട് വരുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് പറയാനായിട്ടുള്ളത് കേട്ടോ. പിന്നെ നെക്സ്റ്റ് വൺ, ഡ്യൂട്ടീസ് ഓഫ് വാർഡ് ക്ലർക്ക് സെക്രട്ടറി. അത് ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. എല്ലാവരും മൊഡ്യൂൾ ഇതിലോട്ട് കിടന്നല്ലേ, 2 കിടന്നല്ലേ മറ്റേ ടീച്ചേഴ്സ് ഒക്കെ? ഞാൻ എടുക്കാട്ടോ. ഞാൻ വന്ദന മിസ്സിന്റെ ക്ലാസ്സിൽ കയറും.
ചിലപ്പോൾ വ്യാഴാഴ്ചയാകാം അല്ലെങ്കിൽ ചൊവ്വാഴ്ചയാകാം. മിസ്സിന്റെ ക്ലാസ്സിൽ കയറിയിട്ട് ഫിനിഷ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. നോക്കാം. ഓക്കെ. ഇനി വാർഡ് നമുക്ക് ഒരു ക്ലാസ്സിൽ നമുക്ക് ഫിനിഷ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് മൊഡ്യൂൾ 2 എടുക്കാം കേട്ടോ. ഓക്കെ. ഓക്കെ, അപ്പൊ വൈൻഡപ്പ് ചെയ്തോട്ടെ. ഓക്കെ, താങ്ക് യു മാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. താങ്ക് യു Happy മാം. Christmas. Thank you. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം.